നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഞാൻ എല്ലാ വീഡിയോയുടെയും ആദ്യം പറയുന്ന പോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തത് കൊണ്ടാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും ഞാൻ ഓരോ വീഡിയോയുടെയും ഇൻട്രൊഡക്ഷനിൽ ഈ കാര്യം പറയുന്നത്. കാരണം ഒരു കള്ളക്കേസിൽ കുരുങ്ങി, അതും പ്രത്യേകിച്ച് രാജ്യദ്രോഹ സംഘടന നിരോധനം നേരിട്ട ഈ പോപ്പുലർ ഫ്രണ്ട് SDP ഭീകരന്മാർ ചാർത്തിക്കൊടുത്ത ഒരു കള്ളക്കേസ്. ആ കള്ളക്കേസിൽ കുരുങ്ങി നമ്മുടെ ഒരു സംഘ സഹോദരൻ ജയിലിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ആ ചെറുപ്പക്കാരന് ഞാനൊരു വാക്കുകൂടി കൊടുത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഓരോ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനും ഈ ഒരു കാര്യം പറയുന്നത്. ആ പയ്യന്റെ കേസ് നടത്തിപ്പിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ തന്നെ ഇതിന്റെ ഒരു ഗൂഗിൾ പേ നമ്പറുകളും പിന്നെ അതുപോലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറ്റാവുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ സഹായിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. കാരണം വലിയൊരു ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അതിന്റെ ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് മുതിർന്ന സംഘകാര്യകർത്താക്കന്മാരുമായി സംസാരിച്ചതിന്റെ പേരിൽ കൂടിയാണ് ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. കാരണം ആ ഒരു ചെറുപ്പക്കാരനെ അങ്ങനെ അങ്ങോട്ട് കള്ളക്കേസിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല, കഴിയില്ല എന്നുള്ള വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഓരോ വീഡിയോയിലും ഞാനിത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കഴിയുന്ന രീതിയിൽ ആ യുവാവിനെ സഹായിക്കാൻ വേണ്ടി ഈ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ ഉപയോഗിക്കുക. നോക്കൂ, ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ ഒരു ആർട്ടിക്കിൾ, അത് വാട്സപ്പിലൂടെ പകർന്നു കിട്ടിയതാണ് എനിക്ക് ഈ ആർട്ടിക്കിൾ. ഇത് ആരാണ് എഴുതിയത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതിലെ ചില കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് കൊണ്ട് മാന്യ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി. കാരണം നമ്മൾ കണ്ടു പാലക്കാട് തിരഞ്ഞെടുപ്പ് നടന്ന സമയം, ഇനി വേണ്ട ഇവിടെ മുനമ്പത്ത് വഖഫ് വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ചില പാതിരിമാരൊക്കെ, ക്രിസ്ത്യൻ സഭാ പാതിരിമാരൊക്കെ ഇതിന് തുരങ്കം വെച്ചുകൊണ്ട് കോൺഗ്രസുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒക്കെ അച്ചാരം വാങ്ങി നക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ അവർക്ക് പരാജയം നേരിടാതിരിക്കാൻ വേണ്ടി, അനുകൂല അന്തരീക്ഷം ഉണ്ടാവാൻ വേണ്ടി ചില പ്രസ്താവനകളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വഖഫ് പോലുള്ള വിഷയങ്ങളിൽ BJP ഇവിടെ ചങ്ക് തുരന്ന് കാണിച്ചു കൊടുത്താലും അത് ചെമ്പരത്തി പൂവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും വോട്ട് മാറി മാറി കുത്തിക്കൊണ്ട് അവരെ വിജയിപ്പിക്കുന്ന ഇവിടുത്തെ മതേതര മുഖംമൂടി അണിഞ്ഞ ഹിന്ദുവും ക്രിസ്ത്യാനിയും യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ടവർ തന്നെയാണ് എന്നുള്ള ഒരു പക്ഷം ഉണ്ട് നമ്മളുടെ എല്ലാവരുടെ ഇടയിൽ എന്ന് നമ്മൾക്കറിയാം. കാരണം ഇവരൊന്ന് എത്ര കിട്ടിയാലും അനുഭവിച്ചാലും ഇവർക്ക് പഠിക്കാനാവില്ല. മതേതര മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഇവിടത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അമേധ്യം ഭക്ഷിച്ച് നടക്കുന്ന ഇവിടത്തെ മതേതര ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇനി തിരിച്ചടി അമ്മാതിരി രൂപത്തിൽ കിട്ടുമ്പോൾ മാത്രമേ എന്തെങ്കിലും മാറ്റം വരികയുള്ളൂ എന്ന ആ ചിന്തയുള്ള നമ്മൾക്കിടയിലേക്ക് ഇത്തരത്തിലൊരു ആർട്ടിക്കിൾ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം കൂടി തോന്നി. ഇതിലെ വസ്തുതകൾ കൃത്യമാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് നമ്മൾ ചിന്തയ്ക്ക് വിടേണ്ടത് തന്നെയാണ്. എന്തായാലും ഇത് വായിക്കാം ഞാനിവിടെ. വഖഫ് ഭേദഗതി ബിൽ അവതരണം കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചു. മുനമ്പം സമരസമിതിയോട് ഐക്യദാർഢ്യം തുടർന്നു കൊണ്ട് പറയട്ടെ. എന്തുകൊണ്ട് ബിൽ അവതരണം മാറ്റിവെച്ചെന്ന് ചോദിച്ചാൽ ബിൽ പാസാക്കാനുള്ള ഭൂരിപക്ഷം BJPക്കില്ല എന്നാണ് ഉത്തരം. ബിൽ അവതരിപ്പിക്കപ്പെട്ടാൽ NDA മുന്നണിയെ പിന്തുണയ്ക്കുന്ന തെലുങ്കുദേശം നേതാവ് ചന്ദ്രബാബു നായിഡു വിഭാഗം എതിർത്ത് വോട്ട് ചെയ്യുമെന്നും അത് ചിലപ്പോൾ ചന്ദ്രബാബു നായിഡു മുന്നണി വിടാൻ കാരണമാകുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം മോദിജിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇവിടെ 38ഓളം വരുന്ന ഇന്ത്യ മുന്നണി രാജ്യദ്രോഹ സംഘടനകൾ കൂട്ടായി മത്സരിച്ചുകൊണ്ട് മോദിജിക്ക് ഇവിടെ 400-ലധികം സീറ്റുകൾ കിട്ടാവുമായിരുന്ന ആ അന്തരീക്ഷം മാറ്റിമറിച്ചുകൊണ്ട് വിദേശ ഫണ്ട് ഒഴുക്കിക്കൊണ്ട് ഇവിടത്തെ പച്ചയ്ക്ക് ഈ രാജ്യദ്രോഹപരമായുള്ള ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രകടനം എല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ 400-ന് മുകളിൽ സീറ്റ് കിട്ടുമായിരുന്നെങ്കിൽ മോദിജിക്ക് മൃഗീയമായി തന്നെ ഇവിടത്തെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന, ഇവിടത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ശക്തമായ നടപടി എടുക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന തെലുങ്കുദേശം പാർട്ടിയൊക്കെ നമ്മൾക്കറിയാം, അവരുടെ പിന്തുണയോടുകൂടിയൊക്കെ തന്നെയാണ് മോദിജി ഭരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിമറയാൻ തക്ക രീതിയിൽ നിൽക്കുന്ന, മുസ്ലിം പ്രീണനം ഇപ്പോഴും രക്തത്തിൽ അലിഞ്ഞു നിൽക്കുന്ന ചില കക്ഷികൾ കൂടി നമ്മുടെ ഈ ഭരണത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ഭീഷണിയായിട്ട് തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന ഒരു വാളായി നിൽക്കുന്നത് കൊണ്ട് തന്നെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ സത്യത്തിൽ മോദിജിക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടോ, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിന്റെ ചതി ചെയ്തത് ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകളടക്കമുള്ള ക്രിസ്ത്യൻ മതേതര മണ്ടന്മാരും ഇവിടുത്തെ ഹിന്ദു മതേതര മണ്ടന്മാരും തന്നെയാണെന്ന് നമ്മൾക്കറിയാം.
അത്തരത്തിൽ ചന്ദ്രബാബു നായിഡു മുന്നണി വിടാൻ കാരണമാകുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കേന്ദ്രത്തിൽ മോദി സർക്കാരിന് ഭൂരിപക്ഷം കിട്ടരുതെന്ന് പ്രാർത്ഥിച്ച നെറ്റോ പിതാവിന്റെ വിജയം, ആമേൻ എന്ന് അവരെ പരിഹസിക്കുകയാണ്. കാരണം നെറ്റോ പിതാവ് എന്ന് പറയുന്ന ഒരു പിതാവ് ഇതിനെതിരെയൊക്കെ മോദിജിക്കെതിരെയൊക്കെ നിലപാടെടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. ആന്ധ്രയിൽ മുസ്ലിം സമുദായ പിന്തുണയോടെ തുടർഭരണം സ്വപ്നം കാണുന്ന ചന്ദ്രബാബുവിനെ സംബന്ധിച്ചിടത്തോളം BJP പോയാൽ കോൺഗ്രസ് എന്നാണ് ലൈൻ. മുൻപ് SDP പോലും സഖ്യമുണ്ടാക്കി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള നായിഡുവിന് മുസ്ലിം താല്പര്യങ്ങൾക്ക് എതിരെ നിന്നൊരു രാഷ്ട്രീയ നിലപാടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ നായിഡുവിന്റെ പിന്തുണയോടുകൂടി ഭരിക്കുമ്പോൾ മുസ്ലിങ്ങൾ ഈ വഖഫ് എന്ന് പറയുന്ന മുസ്ലിം ഭീകരതയ്ക്കെതിരെ അതിൽ ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടി കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് മോദിജി വന്നു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളൊരു പത്രവാർത്തയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനി BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരുവിധ രാഷ്ട്രീയ ഗുണവുമില്ലാത്ത വഖഫ് വിഷയത്തിൽ തല വെച്ചു കൊടുത്ത് ഭരണം നശിപ്പിക്കേണ്ട കാര്യമില്ല. മാനുഷികമായ പരിഗണന വെച്ച് കേരളത്തിലെ BJP മുനമ്പം സമരത്തിന് പിന്തുണ കൊടുത്തപ്പോൾ ഇവിടെയുള്ള ലത്തീൻ വൈദികരും SNDP നേതാക്കന്മാരും താമരശ്ശേരി ബിഷപ്പും പറഞ്ഞത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് BJP എന്നാണ്. മുനമ്പം സമരത്തെ പിന്തുണച്ചാൽ BJPക്ക് എറണാകുളം ലോക്സഭാ സീറ്റിൽ ജയിക്കാൻ പോയിട്ട് മുനമ്പത്തെ സമരക്കാരുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാൻ സമ്മതിക്കുമോ? ഇവിടത്തെ മുനമ്പം സമരപ്പന്തൽ സന്ദർശിച്ച ഏക സ്ഥാനാർത്ഥിക്ക് പാലക്കാട് സംഭവിച്ചത് എന്താണ്? അതായത് ശ്രീകൃഷ്ണകുമാർ പാലക്കാട് സ്ഥാനാർത്ഥി മുനമ്പം സന്ദർശിച്ചിരുന്നു. ആ സന്ദർശിച്ച അദ്ദേഹത്തെ അടപടലം പൂട്ടിക്കൊണ്ട് തന്നെ അവിടുത്തെ മതേതര കുപ്പായമണിഞ്ഞ് നടക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കമുള്ള ആളുകൾ പണി കൊടുത്തതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ എറണാകുളം ലോക്സഭാ സീറ്റിൽ എന്നല്ല ഏതൊരു സീറ്റിലാണെങ്കിലും ഈ ഇവിടത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം അത്ര ശക്തി പ്രാപിച്ചത് കൊണ്ട് തന്നെ BJPക്ക് രാഷ്ട്രീയപരമായിട്ട് ഈ വഖഫ് വിഷയത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗുണവും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും അവർ കാലാകാലം അനുഭവിച്ചു പോന്ന അവരുടെ വിയർപ്പ്, ഓരോ അധ്വാനത്തിന്റെയും തരിമണികൾ കൂട്ടിവെച്ചുകൊണ്ടുണ്ടാക്കിയ വീടായാലും സ്ഥലമായാലും ഇതൊക്കെ ഇസ്ലാമിക ഭീകരവർഗം വഖഫ് മുസ്ലിം ഭീകര നിയമത്തിന്റെ പേരിൽ തട്ടിയെടുക്കുമ്പോൾ അതിന് മാനുഷിക പരിഗണന നൽകിയപ്പോൾ അത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ഇതേ ക്രിസ്ത്യാനികളിൽപ്പെട്ട സഭക്കാർ തന്നെയാണ്. മാത്രമല്ല SNDP എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ, അതല്ലെങ്കിൽ ഈ പറയുന്ന സമുദായത്തെ വിറ്റ് ജീവിക്കുന്ന നക്കി ജീവിക്കുന്ന തന്തയും മകനും അടക്കമുള്ള ആളുകളൊക്കെ BJPക്കെതിരെ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. തന്ത BJPക്കെതിരെ വരുമ്പോൾ ഈ മകൻ BJPയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ BJPയിൽ നിന്നുകൊണ്ട് എന്തോ ആക്കിക്കളയാം എന്ന രീതിയിൽ BJPയിൽ നിൽക്കുന്നു. അപ്പുറത്തും ഇപ്പുറം രണ്ട് തോണിയിൽ കാലിട്ട് നിൽക്കുന്ന വെള്ളാപ്പള്ളി തന്തയുടെയും മോന്റെയും ഗുണമൊക്കെ നമ്മൾക്കറിയാം. എന്തായാലും ഇനി പറയുന്നു ഇങ്ങനത്തെ മുനമ്പത്തെ സമരക്കാരുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാൻ കോൺഗ്രസ് അടിമകളായ വോട്ടർമാർ സമ്മതിക്കുമോ? മുനമ്പം സമരപ്പന്തൽ സന്ദർശിച്ച ഏക സ്ഥാനാർത്ഥിക്ക് പാലക്കാട് സംഭവിച്ചത് കണ്ടതാണ്. വഖഫ് ഭീഷണിയുള്ള കൽപ്പാത്തിയിലെ ബ്രാഹ്മണ മേഖലയിൽ കോൺഗ്രസിനാണ് ഭൂരിപക്ഷം. ആലോചിക്കേണ്ട വലിയ വിഷയമല്ലേ? പാലക്കാട് കൽപ്പാത്തി എന്ന് പറയുന്ന രഥോത്സവം നടക്കുന്ന ആ ഏരിയയിൽ ബ്രാഹ്മണ അവരുടെ ആധിപത്യം തന്നെയാണുള്ളത്. അവിടങ്ങളിലുള്ള ബ്രാഹ്മണർ, ഈ കൽപ്പാത്തി അവിടെയുള്ള ഭൂമി പോലും വഖഫ് ഭീഷണി നേരിടുമ്പോൾ അവിടുത്തെ ബ്രാഹ്മണർ പോലും ഈ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുമ്പോൾ എത്രത്തോളമാണ് ഇവന്റെയൊക്കെ മനസ്സിലെ ആ മതേതര പട്ടമണഞ്ഞ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഈ ഹിന്ദുവിന്റെ അവസ്ഥ എന്നുള്ളത് വ്യക്തമല്ലേ? ഇത് അതുകൊണ്ടാണ് ഈ ആർട്ടിക്കിളിന്റെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതും പ്രേക്ഷകർക്ക് മുൻപിൽ അവതരിപ്പിക്കണമെന്ന് തോന്നിയതും. നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ, വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുമെന്ന് BJP തീരുമാനിച്ചത് രാഷ്ട്രീയ മുതലെടുപ്പാണോ? ഇപ്പോൾ വഖഫ് നോട്ടീസ് കിട്ടിയ ഏത് സ്ഥലമാണ് BJPക്ക് സ്വാധീനമുള്ളത്? അല്ലെങ്കിൽ BJP വോട്ട് ബാങ്കിനെ ബാധിക്കുന്നത്? വലിയ ചോദ്യം തന്നെയല്ലേ? അതായത് മുനമ്പം അടക്കമുള്ള, പിന്നെ അതുപോലെ ഇവിടെ തമിഴ്നാട് തിരുച്ചിന്തറപ്പള്ളി, അങ്ങനെ ഒട്ടേറെ സ്ഥലങ്ങളിലൊന്നും BJPക്ക് യാതൊരു പങ്കുമില്ല, അവർക്ക് അവിടെ സ്വാധീനവുമില്ല. എന്നിട്ടും BJP ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന മുനമ്പം അടക്കമുള്ള വിഷയങ്ങളിൽ അവിടെ അനുഭവിക്കുന്ന ക്രിസ്ത്യൻ ഹിന്ദു സഹോദരരുടെ വേദന കണ്ടുകൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് BJPക്ക് ഇതിൽ എന്ത് രാഷ്ട്രീയ മുതലെടുപ്പാണുള്ളത്? ഇവിടുത്തെ ചില സഭാ കുഞ്ഞാടുകളും ഇവിടുത്തെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല ആ ജന്തുവും ഒക്കെ ചെയ്ത് പറഞ്ഞു കൂട്ടുന്നത് എന്ന ചോദ്യം വലിയ ചോദ്യം തന്നെയല്ലേ?
കേരളത്തിൽ മുനമ്പത്തെ ജനങ്ങൾ വർഷങ്ങളായി BJPക്ക് വോട്ട് കൊടുക്കുന്നവരാണോ? വലിയ ചോദ്യമല്ലേ? മുനമ്പത്തെ ആളുകൾ ഇത്രയും നാൾ ഇനിയും അങ്ങോട്ട് വോട്ട് കൊടുക്കുക ആർക്കായിരിക്കും? BJPക്ക് കിട്ടുമെന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ലെന്നേ. മാനുഷിക പരിഗണന മാത്രമേ. കാരണം ഈ കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ മണ്ടന്മാരായിട്ടുള്ള മതേതരന്മാരെ എത്ര പറഞ്ഞാലും തിരുത്താനോ അവർക്ക് BJPയോടുള്ള അതല്ലെങ്കിൽ RSSനോടുള്ള ആ വിരുദ്ധത, മോദി വിരുദ്ധത അത് തിരുത്താൻ കഴിയുന്ന ഒന്നല്ല. അത് വീട്ടിൽ കിട്ടുമ്പോൾ മാത്രമേ, ഇവന്മാർക്ക് സ്വയം അവിടെ ഓരോ സ്ഥലങ്ങളിലും വയറ് നിറച്ച് കിട്ടുമ്പോൾ മാത്രമേ ഓരോരുത്തർക്കും BJPയോടും RSSനെയും മനസ്സിലാവുകയുള്ളൂ. ഈ ഭാരതത്തിന്റെ യശസ്സിന് വേണ്ടി, ഭാരതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, രാജ്യത്തിന്റെ തന്റെ പെറ്റ നാടിന്റെ ആ ഒരു അഭിമാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന RSSനെയും BJPയെയും ഇവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇനിയും നന്നായി കിട്ടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കേട്ടോ. ഇനിയോ, നോട്ടീസ് കിട്ടിയ ചാവക്കാട്ടെ ജനങ്ങൾക്കിടയിൽ എത്ര പേർ BJPക്ക് വോട്ട് ചെയ്യുന്നവരാണ്? നമുക്കറിയാം ചാവക്കാട് അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ മുസ്ലിം ഭീകരന്മാരെ, STP, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകൾക്കൊക്കെ വലിയ വേരോട്ടമുള്ള സ്ഥലമാണ് ഈ ചാവക്കാട്. ഈ ചാവക്കാട് നിന്നൊക്കെ BJPക്ക് വോട്ട് കിട്ടുമെന്ന് ഏതെങ്കിലും ഒരു BJPക്കാരൻ പ്രത്യാശിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ലോകത്തെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് നമ്മൾക്കറിയാം. എന്തായാലും ആ ഇടങ്ങളിൽ അവിടെയും നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ഇനിയോ, വയനാട്ടിൽ നോട്ടീസ് കിട്ടിയ മസ്ജിദ് ഇമാം അടക്കം BJPക്ക് വോട്ട് ചെയ്യുന്നവരാണോ? അപ്പോൾ നമ്മൾ കണ്ടു ലോക്സഭാ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ചു പോയ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വന്നു. അവർക്കും മൃഗീയ ഭൂരിപക്ഷം നൽകി കൊടുത്തുവിട്ട വയനാട്ടുകാർക്കും ഈ വഖഫ് എന്ന് പറയുന്ന മുസ്ലിം ഭീകരന്മാരുടെ നോട്ടീസ് കിട്ടിയില്ലേ? ഈ വഖഫ് എന്ന് ഭീകരന്മാരുടെ നോട്ടീസ് കിട്ടിയ വയനാടുകാർ വോട്ട് ചെയ്യുമെന്ന് കരുതിയിട്ടാണോ മോദി സർക്കാർ ഈ പറയുന്ന വഖഫ് ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്? അപ്പോൾ BJPക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണെന്ന് ഇവിടുത്തെ സഭാ കുഞ്ഞാടുകൾ, പുരോഹിതന്മാർ പറയുമ്പോൾ, ഇവിടുത്തെ കള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അതിലെ യാഥാർത്ഥ്യം നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? അതുകൊണ്ട് തന്നെ ഈ വഖഫ് ആക്ട് നീണ്ടുപോയി കഴിഞ്ഞാലും ഒരിക്കലും മോദിജിയെ കുറ്റപ്പെടുത്താനോ BJPയെ കുറ്റപ്പെടുത്താനോ ഒരിക്കലും ഇവിടത്തെ മതേതര ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ അർഹതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി വരുന്നു, ഈ പ്രദേശങ്ങളിലെ കഴിഞ്ഞ ലോക്സഭാ വോട്ടെടുപ്പ് ലിസ്റ്റ് നോക്കിയാൽ 10% പോലും വോട്ട് പോലും BJPക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ കോൺഗ്രസ് അടിമകളെ ബാധിക്കുന്ന വിഷയത്തിൽ BJP ഇടപെടുമ്പോൾ അത് രാഷ്ട്രീയ മുതലെടുപ്പ് ആണെന്ന് പാമ്പ്ളാനി പിതാവ് പറയുന്നത്? ഈ പാമ്പ്ളാനി പിതാവ് ഒക്കെ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾക്കറിയാം. കാരണം ഇവന്റെയൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള അടിമത്തം കൊണ്ട് തന്നെയാണ് തന്റെ ഈ സഭാ കുഞ്ഞാടുകളുടെ ഭൂമി പോയാലും ഈ പറയുന്ന സ്ഥലം പോയാലും വീട് പോയാലും ഒരു പ്രശ്നവുമില്ല. ഇവിടെ മോദി വിരുദ്ധതയും RSS വിരുദ്ധതയും BJP വിരുദ്ധതയും മാത്രമാണ് തങ്ങൾക്ക് പ്രധാനം എന്ന് തന്നെയാണ് ഇവന്മാരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്ന് തന്നെയാണ് വെളിപ്പെടുന്നത്. ഇനിയോ, വഖഫ് ഭീഷണി നേരിടുന്ന തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂര് പഞ്ചായത്തിലേക്ക് പോയാലോ, അവിടെ DMKയുടെ കൊടിയല്ലാതെ BJPയുടെ ഒരു കൊടി കാണാനുണ്ടോ? വലിയ ചോദ്യം തന്നെയാണ്. തിരുച്ചെന്തൂര് എന്ന് പറയുന്ന വലിയൊരു ഗ്രാമം തന്നെയാണ് വഖഫ് ഭീഷണി നേരിടുന്നത്. ഈ തിരുച്ചെന്തൂര് ഈ ഗ്രാമത്തിലെ അവിടെ BJPയുടെ ഒരു കൊടി പോലും കാണില്ല. അവിടെ ആകെയുള്ള DMKയുടെ കൊടിയാണ്. അപ്പോൾ ഈ വഖഫ് വിഷയത്തിൽ മോദിജി അതല്ലെങ്കിൽ BJP മാനുഷിക പരിഗണന വെച്ച് ഇടപെടുമ്പോൾ, ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ രാഷ്ട്രീയം മുതലെടുപ്പ് വരുന്നത്? വലിയ ചോദ്യം തന്നെയാണ്. ഇനിയോ, അവിടെ DMKയുടെ കൊടി കാണില്ല. ഇപ്പോഴും അവിടെയുള്ള ജനങ്ങൾക്ക് മുഖ്യമന്ത്രി സ്റ്റാലിനാണ് വിശ്വാസം. കണ്ടതല്ലേ? ഇവിടെ ഇത്രയും ക്രൂര ഭരണം നടത്തിയ പിണറായി വിജയനിൽ വിശ്വസിക്കുന്ന ഇടതുപക്ഷവും ഈ പറയുന്ന അടിമകളായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇല്ലേ? അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ ഈ സ്റ്റാലിൻ എന്ന് പറയുന്ന മറ്റൊരു പിണറായി വിജയന്റെ റബ്ബർ സ്റ്റാമ്പ്. അതിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. എന്നിട്ടും തമിഴ്നാട് അടക്കമുള്ള കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ വഖഫ് ഭീഷണി നേരിടുമ്പോൾ അതിന് ആ നിയമത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി മോദിജി വരുമ്പോൾ ഈ മോദിജിയെ കുറ്റം പറയുന്ന, RSSനെ പള്ളു പറയുന്ന, BJPയെ കുറ്റം പറയുന്ന, ചതി നടത്തുന്ന ഈ ക്രിസ്ത്യൻ ചതിയന്മാരോടും ഇവിടത്തെ ഹിന്ദു ചതിയന്മാരായിട്ടുള്ള മതേതര മണ്ടന്മാർക്ക് വേണ്ടി എന്തിനാണ് മോദിജി ഇത്ര റിസ്ക് എടുക്കുന്നത്? വലിയ ചോദ്യമല്ലേ? ഇത്തരത്തിൽ ഈ ആർട്ടിക്കിൾ ഒരുപാട് നീളത്തിൽ പോവുകയാണ്. സ്റ്റാലിന്റെ ഇനി കർണാടകത്തിലെ കാര്യം നോക്കിയാൽ വഖഫ് ഭീഷണി നേരിടുന്ന വിജയപുര, ഹോനവാഡ് ഗ്രാമങ്ങൾ കോൺഗ്രസിന് 80% വോട്ടുകളാണ് നൽകി കർഷകരുടെ ഗ്രാമങ്ങളാണ്. നോക്കൂ, ഈ പറയുന്ന കർണാടകയിലെ 1-2 ഗ്രാമങ്ങൾ പറയുന്നു അവിടേക്ക് 80% കോൺഗ്രസിന് വോട്ട്. ഈ കോൺഗ്രസിന് ഇപ്പോഴും വോട്ട് കൊടുക്കുന്ന ഇവർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഭാരതത്തിന്റെ എക്കാലത്തെയും വലിയ ചതിയനായിട്ടുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി
പ്രധാനമന്ത്രി. ആ ചതിയൻ വരുത്തി വെച്ച് അതിനുശേഷം മൻമോഹൻ സിംഗ് അടക്കമുള്ള 6.5 പതിറ്റാണ്ട് ഭരിച്ച കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ ചെയ്തു കൂട്ടിയ ഹിന്ദു വഞ്ചന, ക്രിസ്ത്യൻ വഞ്ചന തന്നെയാണ്, ഇസ്ലാമിക പ്രീണനം തന്നെയാണ് ഈ വഖഫ് എന്നുള്ളത്. എന്നിട്ടും ഈ കോൺഗ്രസിനെ വിജയിപ്പിച്ചു വിടുന്ന ആളുകൾക്ക് വേണ്ടി എന്തിനാണ് മോദിജി ഇത്ര ഉത്തരവാദിത്തം എടുത്ത് ഓവർ റിസ്ക് എടുത്തുകൊണ്ട് തന്റെ ഭരണത്തെ പോലും, അതല്ലെങ്കിൽ ഈ നാടിന്റെ സുരക്ഷയ്ക്ക് എപ്പോഴും ഇവിടെ BJP ഭരിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഭരണം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഈ വഖഫ് ഭീകരതയ്ക്ക് വേണ്ടി എന്തിനാണ് നിലപാടെടുക്കുന്നത് എന്ന ചോദ്യം ഏതൊരു സാധാരണക്കാരന്റെയും മനസ്സിൽ ഉയരുന്നത് തന്നെയാണ്. ഇനിയോ, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ വഖഫിന് നൽകിയ ആം ആദ്മി മേഖലകളിൽ കുടിയിറക്കപ്പെടാൻ പോകുന്നവർ BJP ആണോ? ആം ആദ്മി ആണല്ലോ ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ആ ചങ്ങാതിയെ കുറിച്ചൊക്കെ നമുക്കറിയാം. അരവിന്ദ് കെജ്രിവാൾ കട്ട് കോടിക്കണക്കിന് രൂപ കട്ടതിന്റെ പേരിൽ ജയിൽവാസം കഴിഞ്ഞ് ഇനിയും ജയിലിൽ പോകേണ്ടവൻ തന്നെ. ഈ ചങ്ങാതിയൊക്കെ ഈ ചങ്ങാതി ഭരിക്കുന്ന ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഈ ആം ആദ്മിയുടെ സ്വാധീനമുള്ള മേഖലകൾ ഈ വഖഫ് ഭീഷണി നേരിടുന്നു. അതിൽ BJPക്ക് എന്ത് രാഷ്ട്രീയ മുതലെടുപ്പാണുള്ളത്? ഇങ്ങനെ വലിയ ചോദ്യം ചോദിച്ചുകൊണ്ട് നെഹ്റു എന്ന് പറയുന്ന കൊടും ദുഷ്ടൻ, ആ ദുഷ്ടന്റെ പിന്തുടർന്ന് വന്നിട്ടുള്ള അവസാനത്തെ കണ്ണിയായി എത്തി നിൽക്കുന്ന ഈ പറയുന്ന രാഹുൽ ഗണ്ഡിയും പ്രിയങ്ക ഗണ്ഡിയും അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾ അവരുടെ ആ ഒരു ചോര നീരാക്കി പണിത ഭൂമിയും ഈ വീട് വകകളൊക്കെ വഖഫ് ഭീകരന്മാർ തട്ടിക്കൊണ്ടു പോകുമ്പോഴും BJPയിൽ വിശ്വസിക്കാതെ BJPയെ ചതിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ എന്തിനാണ് ഈ ചതിയൻ വർഗത്തിന് വേണ്ടി നിലപാടെടുക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ പെടുക ഈ പറയുന്ന വിഭാഗം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ മതേതര കുപ്പായമണിഞ്ഞ് നടക്കുന്ന ഒരു ഹിന്ദുവിനും ഒരു ക്രിസ്ത്യാനിക്കും ഇവിടെ നിങ്ങൾ ജയിപ്പിച്ചു വിടുന്ന കോൺഗ്രസ്സുകാരോ, നിങ്ങൾ ജയിപ്പിച്ചു വിടുന്ന കമ്മ്യൂണിസ്റ്റുകാരോ, നിങ്ങൾ ജയിപ്പിച്ചു വിടുന്ന DMK-കാരോ ഒരെണ്ണം പോലും ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ കണ്ടതല്ലേ? കാരണം ഇവിടെ കേരളത്തിൽ ജയിച്ചിട്ടുള്ള 140 MLA-മാരും ഒരേ ശബ്ദത്തോടു കൂടി ഈ ഭേദഗതിക്കെതിരെ വോട്ട് ചെയ്ത് ഇവിടെ പ്രമേയം പാസാക്കിയവരാണ്. നരേന്ദ്രമോദിജി വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നു, അതിനെതിരെ പ്രമേയം പാസാക്കിയപ്പോൾ ഇവിടെ ചിന്താശേഷിയുള്ള വലിയ പേരാണല്ലോ, പ്രബുദ്ധ ജനത എന്നാണല്ലോ മലയാളികൾ അവനെ സ്വയം വിളിക്കുന്ന പേര്. എന്നിട്ടോ മലയാളിയുടെ കഴുത്തിൽ കത്തി വെക്കുന്ന അറവുകാരന് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന മലയാളി, നീ എങ്ങനെയാണോ പ്രബുദ്ധനാവുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഈ ആർട്ടിക്കിൾ ഇനിയും കുറെ വരുന്നുണ്ട്, ഒരുപാട് നേരം ഇനിയും പറയാനുണ്ട്, 10-20 മിനിറ്റ് വായിക്കാനുള്ള വലിയൊരു ആർട്ടിക്കിൾ ആണ്. അതുകൊണ്ട് ബാക്കി ഇനി ഞാൻ വായിക്കുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഏതൊരു സാധാരണക്കാരായിട്ടുള്ള ദേശീയ രാഷ്ട്രീയ സ്നേഹി, അതല്ലെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു BJP-കാരനോ RSS-കാരനോ ഒരു ഹിന്ദു സംഘടനാ വക്താവോ അണികളോ ആയിട്ടുള്ള ആളുകളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. ഈ ചതിയന്മാർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് മോദിജി റിസ്ക് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. അതുകൊണ്ട് ഈ മുസ്ലിം ഭീകര വഖഫ് നിയമം വരട്ടെ, ഇവിടത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഭൂമി നഷ്ടപ്പെട്ട് തെരുവിലിറങ്ങട്ടെ. അവർക്ക് വേണ്ടി ആരാണ് ഇവിടെ BJP ഇറങ്ങിയപ്പോൾ BJPയെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇറങ്ങിയതാന്ന് പറയുന്നത് ആയിക്കോട്ടെ. നിങ്ങൾ ഇനി കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ ഈ ജിഹാദികളൊക്കെ ഇറക്കി നിങ്ങളെ രക്ഷിക്കൂ എന്നുകൂടി നോക്കാനുള്ള ഒരു സമയം കൂടി മോദിജി നൽകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇവിടെ കാണിക്കുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസും ഇവിടെ കാണിക്കുന്ന ഗൂഗിൾ പേ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സംഘപ്രവർത്തകൻ വലിയൊരു കള്ളക്കേസിൽ കുടുങ്ങിയിരിക്കുന്നു. ആ വ്യക്തിയുടെ പേരോ ഡീറ്റെയിൽസോ തരാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഇത് മാത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രാന്ത പ്രചാരകമായിട്ടുള്ള ഗോപാലകൃഷ്ണജി അടക്കമുള്ള ആളുകളുമായിട്ട് സംസാരിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ഫണ്ട് കണ്ടെത്തി കൊടുക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമായി ഞാനിവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഉത്തരവാദിത്തത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടി മാന്യ പ്രേക്ഷകരോട് വലിയൊരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ ഗൂഗിൾ പേ നമ്പർ അടക്കമുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കമുള്ളത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ കള്ള കേസുകളിൽ കുരുങ്ങിയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുടെ വിഷമം, അതല്ലെങ്കിൽ ആളുകളുടെ വിഷമം എനിക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനാവും. കാരണം ഞാൻ ഇത്തരത്തിൽ ഒരുപാട് കള്ള കേസുകളെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന് എനിക്ക് എന്റെ മാന്യ പ്രേക്ഷകർ തരുന്ന, എന്റെ സംഘബന്ധുക്കൾ തരുന്ന പിന്തുണ വലിയ പിന്തുണ തന്നെയാണ്. അത്തരത്തിൽ നമ്മുടെ മറ്റൊരു സഹോദരന് വലിയൊരു വിഷയം വന്നിരിക്കുന്നു. അതുകൊണ്ട് മാക്സിമം ആളുകൾ സഹായിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിൽ അക്കൗണ്ട് ഡീറ്റെയിൽസും ഈ പറയുന്ന ഗൂഗിൾ പേ അടക്കമുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ആളുകൾ പറ്റാവുന്നവരെല്ലാം ആ കുട്ടിയെ സഹായിക്കണമെന്ന് വലിയ ഒരു അഭ്യർത്ഥന വീണ്ടും 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 വെക്കുകയാണ്. എന്നെ ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്തുക, അതല്ലെങ്കിൽ എന്താ പറയാ ബോറടിക്കുന്ന ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് എന്ന് പറയരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ആ കുട്ടിയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അവരെന്തെങ്കിലും ഒരു ഫണ്ട് ഉണ്ടാക്കി കൊടുക്കണം എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.